കറൻറ്റ് എനർജിയാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് കുറച്ച് കാർഡ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കറൻറ്റ് ഫീലിങ്സിൻ്റെ കാർഡ് എടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് കിട്ടിയത് സോളിറ്റ്യൂഡിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. മിറർ സെൽഫ് ഉണ്ട്, ബാലൻസിങ് എനർജി, സ്ട്രെസ്, സോൾ കോൺട്രാക്ട്. അപ്പോൾ അവർക്കിപ്പോൾ സോളിനെ കുറിച്ചും കോൺട്രാക്റ്റിനെ കുറിച്ചും കർമ്മയെക്കുറിച്ചും ഒക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവർ ഡിവൈൻ കൊണ്ട് സയൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോളിറ്റ്യൂഡ് തന്നെ അവർക്ക് അറിയുകയാണ് കേട്ടോ. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കും തോറും ഡേ ബൈ ഡേ ഓരോ ഇൻസിഡൻസ് കൊടുത്തിട്ട് അവർ ചെയ്ത തെറ്റും ഗിൽറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു മനസ്സിലാക്കുമ്പോൾ അവർ കൂടുതലായിട്ട് വിഷമിക്കുകയാണ്. കണ്ടംപ്ലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അവർ നിങ്ങൾ നന്നായി വിശ്വസിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട് പ്ലീസ് ട്രസ്റ്റ് മീ, തെറ്റിപ്പറ്റിപ്പോയി എന്നെ ട്രസ്റ്റ് ചെയ്യൂ എന്നും പറയുന്നുണ്ട്. അവർ ബാലൻസ് ചെയ്യുന്നുണ്ട്, ഈ ഇന്ത്യൻ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബേസിക് ടാരോ ഡെക്കിൽ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഓഫ് കപ്സ്. മേ ബി ഈ ഒരു എനർജി ഉള്ളവർ മാരീഡ് ആയിരിക്കാം, ചിൽഡ്രൻ ഉണ്ടായിരിക്കാം, അങ്ങനത്തെ എനർജി ഉള്ളവരായിരിക്കാം. മാരീഡ് ട്വിൻ ഫ്ലെയിം ആയിരിക്കാം നിങ്ങൾ DM. സോ എങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരിപ്പോൾ അനുഭവിക്കുന്ന ടവർ മൊമെൻ്റ് ആണ്. സ്റ്റക്ക് ഒക്കെ ഭയങ്കര സ്റ്റക്ക് വന്നേക്കും. റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ഫിനാൻസിനെ കുറിച്ച് ഒരു തടസ്സം പോലെ ഒരു ബ്ലോക്കേജ് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ബ്ലോക്കേജ്? യൂണിവേഴ്സ് 4 ഓഫ് കപ്സ് എന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ ബ്ലോക്ക് ഇതാണ്, യൂണിവേഴ്സ് സയൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളത് മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്ട്രെങ്ത് നഷ്ടപ്പെട്ടതാണെങ്കിൽ സ്ട്രെങ്ത് വരുന്നുണ്ട് അവർക്ക്. പിന്നെ നമുക്ക് ഡെത്ത് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഡെത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ മേജർ ട്രാൻസിഷൻ നടക്കുന്നത് സ്ലോ ആയിട്ട് നടക്കുന്നത്. അപ്പം അതിൽ കുറേ അവർ ഡാർക്ക് നൈറ്റ് അല്ലേ, നല്ല രീതിയിൽ വേദനിക്കുന്നു, പാഠങ്ങൾ പഠിക്കുന്നു, കുറ്റബോധം. ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയുന്നത് കുറ്റബോധമാണ്. കയ്യിലുണ്ടായിരുന്നത് കളഞ്ഞിട്ട് വേറൊന്നിനെ തേടിപ്പോയി, അതും ഇല്ല ഇതും ഇല്ല, ഇങ്ങനെ പറയില്ലേ, കക്ഷത്തിലുള്ളതും പോയി കയ്യിലുള്ളതും പോയി എന്ന് പറയണ പോലെ ആ ഒരവസ്ഥയാണ്. അപ്പോൾ അവരാണ് ശരിക്കും ഈ രണ്ടു പേരുടെ ഇടയിൽ നിന്ന് കൂടുതലും വേദനിക്കുന്നത്. സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥ, പക്ഷെ സ്ട്രെങ്ത് വരുന്നുണ്ട്. ഇതിൽ ലവേഴ്സ് കാർഡ് ഉണ്ട്. കുറേ പേരൊക്കെ പാസ്റ്റ് ലൈഫ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ളവരാണ്. ആൻഡ് 10 ഓഫ് വാൻസും കൂടി ഉണ്ട്. ഇപ്പോഴും അവരെ ബർഡൻ മാറിയിട്ടില്ല. അവർ ഈ മെറ്റീരിയൽ വെൽബീങ്ങിന് പിന്നാലെ പോവുകയാണ്. പക്ഷെ അവിടെയും അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. കാരണം അവർ ടവർ മൂവ്മെൻറ്റ്സ് ഒക്കെ സംഭവിച്ചല്ലോ. അപ്പം മേ ബി പരമായിട്ട് ബിസിനസ്സൊക്കെ തകർന്നിട്ടുണ്ടായിരിക്കും, വിചാരിക്കാത്ത രീതിയിൽ തകർന്നിട്ടുണ്ടായിരിക്കും. അവർക്ക് അതൊരു വലിയൊരു ഇടിവ് കിട്ടിയിരിക്കുകയാണ്. അവർ പോലും വിചാരിക്കാത്ത ആൾക്കാരുടെ ട്രൂ കളേഴ്സ് കാണുന്നു, അവരുടെ തകർന്നു പോകുന്നു. ഇനി എന്ത് ചെയ്യണം? പെട്ട അവസ്ഥ. യൂണിവേഴ്സിനോട് അവർ അപേക്ഷിക്കുന്നുണ്ട്, അവർ നല്ല വേദനിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ എനർജിയാണ് ഇതിൽ ഈ ഒരു കണക്ഷൻ കൂടുതലും റിവേഴ്സ് ആക്കിപ്പിച്ചത്, ഫ്ലിപ്പ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിലൊരു ബ്ലോക്ക് കൊടുക്കുന്നത് ഫീമെയിൽ എനർജി, ഒരു ഷോർട്ട് ഹെയർ ഒക്കെ ആയിട്ട് കുറച്ച് ബ്രൗൺ കളറൊക്കെ ഉള്ള ഒരു പേഴ്സൺ, ഇച്ചിരി നെഗറ്റീവ് ഒക്കെ ഉള്ള പേഴ്സണാണ്. കാരണം ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഒക്കെ അറിയുന്നൊരു പേഴ്സൺ. അങ്ങനെ കാരണം ഒരു കറുത്ത പൂച്ച എന്ന് പറയുന്നത്, കരിമ്പൂച്ച എപ്പോഴാണ് നമ്മൾ കാണുന്നത് നെഗറ്റീവ് എനർജീസ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് മേ ബി ഒരു കണക്ഷനെ ആകെ മാറ്റി മറിച്ചിട്ടുണ്ടാവുക. അവരെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇപ്പോൾ അവരും അവരുടെ സ്വഭാവം കാണിക്കുമ്പോൾ അവർ തകർന്നു. അവർക്ക് ആരോടും ഷെയർ ചെയ്യാനില്ല. അവർ ചെയ്തത് അത്രയും കുറ്റബോധം അവർക്ക് നിറയുകയാണ്. അതിലാണ് അവർ കരയുന്നത്. സോളിറ്റ്യൂഡിൻ്റെ കാർഡ്. പിന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സോൾ കോൺട്രാക്റ്റ് ആണ്, ഒരു ആത്മാവിനോടുള്ളൊരു കടമ്പയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകും എന്നൊരു മനസ്സിലാക്കുന്നുണ്ട്. കാർമിക് പേഴ്സൺ ആവുമല്ലോ അവരെ കൂടെ ഉണ്ടാവുന്നത്. കാരണം അതാണ് ഈ നെഗറ്റീവ് എനർജീസ് കാണിക്കുന്നത്. അവർ വലിയ സമാധാനമൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ അവരെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡെത്ത് കാർഡ് ഉണ്ട്. വലിയ മാറ്റമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറ്റം. ബിക്കോസ് ടവറും ഡെത്തും ഉള്ളത് കൊണ്ട് അവർ അത്രയും മറ്റേ ഉമിയിൽ ഇട്ട് കത്തി എരിയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ആ ഒരു ടവർ മൂമെന്റ്സ് റിലേഷൻഷിപ്പൊക്കെ തകരുക, ബ്രേക്കപ്പ്, ഡിവോഴ്സ് അങ്ങനത്തെ ഒക്കെ വരാൻ നല്ല ചാൻസ് കാണിക്കുകയാണ്. 10 എന്നുള്ള കാർഡ് ഉണ്ടല്ലോ, കർമ്മ. എഗെയിൻ 10 ഉണ്ട്. എപ്പോഴും 10ന്റെ കാർഡ് കാണിക്കാറുണ്ട്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ സൈക്കിൾ ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അവർക്കിപ്പോൾ അവരുടെ സൈഡിലുള്ള കാർമിക്സ് ഒക്കെ നല്ല രീതിയിൽ വൈലൻ്റ് ആവുന്നുണ്ടായിരിക്കും. അവർ ഒരു ലെസൺസ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അതിലൊക്കെ പെട്ട് അവരെ തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. പക്ഷെ അവർ മെല്ലെ മെല്ലെ അതിലേക്ക് വരുന്നുണ്ട്. അവർക്ക് റിയലൈസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് കാരണം അവർക്ക് ഡ്രീംസിലൊക്കെ വരുന്നുണ്ട്. യൂണിവേഴ്സ് അങ്ങനെ പല രീതിയിൽ സയൻസ് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് വന്ന് മീറ്റ് ചെയ്യണമെന്നും ഒന്ന് നിങ്ങളെ കാണണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഒരു ചാരിറ്റ് കാർഡ് ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ത്രോട്ട് ചക്ര, ഇൻഡ്യൂഷൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വപ്നത്തിലൊക്കെ കുറേ ഇമേജസും മെസ്സേജസും ഒക്കെ ഡിവൈൻ കാണിച്ചു കൊടുക്കുകയാണ്.
ഹൈ പ്രീസ്റ്റസ് എനർജി, അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയിലാണ് തോന്നുന്നത്. ഭയങ്കര ഒരു കുറേ പേര് കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീനെ കുറേ പേര് ഫാൻസ് ഉണ്ടാവുക, ഇഷ്ടപ്പെടുക. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഹൈ എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള എനർജി അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കും നിങ്ങളെത്ര ഉയരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് കടന്നു പോകണം. ഒരു 5-6 മന്ത്സിന് ശേഷം നല്ല ചേഞ്ചസ് വരും. മീൻസ് ഒരു മിഡ് ഓഫ് ദിസ് ഇയർ ആകുമ്പോഴേക്കും അവർക്ക് നല്ല ചേഞ്ചസ് വരും. ആ ഡിവൈൻ ഫെമിനിൻസ് നല്ല രീതിയിൽ ഇന്നോവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അവിടെ 4, 6, 8, 7, 2 ഈവൺ നമ്പേഴ്സിലാണ് കാർഡ്സ് കൂടുതലും പോയിരിക്കുന്നത്. അപ്പോൾ ആ നമ്പേഴ്സൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നോക്കുക നിങ്ങൾക്ക്. ഇതിലിപ്പോൾ സയൻസ് ചോദിക്കുകയാണെങ്കിൽ വാൺസ് ഉണ്ട്, ഫയർ എനർജി ഉണ്ട്, കപ്സ് ഉണ്ട്, വാട്ടർ സയൻസ് ഉണ്ട്. കപ്സുകൾ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പെൻറ്റക്കിൾസ് ഇല്ല. സോ കപ്പ് എനർജി, വാട്ടർ സയൻസ് ഉണ്ട്. ഫയർ സയൻസ് ആകുമ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. വാട്ടർ സയൻസ് സ്കോർപ്പിയോ, പൈസസ്, വിർഗോ ഇല്ല, അത് എർത്ത് സൈനാണ്. സോ വാട്ടർ സയൻസ് ഉള്ളവർക്കും കാണിക്കുന്നുണ്ട്. കപ്പ് തന്നെ ഇമോഷൻസ് ആണ്. ഇപ്പോൾ ഈ സമയത്ത് വാട്ടർ സയൻസ് ഉള്ളവരുടെ ഇമോഷൻസ് നന്നായിട്ട് കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഇമോഷൻസ്, അവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആണ് വാട്ടർ സയൻസ് ഉള്ളവർ. ഇതിനകത്ത് തെറ്റി പറഞ്ഞു പോയി തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അവർക്ക് മനസ്സിലാവുന്ന സോൾ കോൺട്രാക്റ്റ് ആണ്, സോളിറ്റ്യൂഡിലാണ്, അവർക്കൊരു നെഗറ്റീവ് എനർജീസ് ആണ്. അതാണ് നിങ്ങൾക്ക് നെഗറ്റീവ് അറ്റാക്സ് വരുന്നുണ്ട്. അപ്പോൾ മിറർ സെൽഫാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ അവിടെ അവർ വേദനിക്കുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ അവിടെയും ഒരു ടെൻഷൻ വരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കാർമിക്സ് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവിടെയും അവർ കാർമിക്സ് ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും. ഒരു മിറർ സെൽഫാണ്. കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിച്ഛായല്ലേ കാണുന്നത്, അങ്ങനെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചക്രാസ് എന്ന് പറഞ്ഞാൽ 7 ചക്രാസ് നന്നായിട്ട് ചെയ്യണം. സോളാർ പ്ലെക്സസ് ചക്ര, ഹാർട്ട് ചക്ര, തേർഡ് ഐ, ത്രോട്ട് ചക്ര. ഇതൊക്കെ അപ്ഗ്രേഡ് നന്നായിട്ട് ആവുന്ന സമയമാണ്. ഡിവൈൻ മാസ്കുലിൻസിന് ത്രോട്ട്, ഹാർട്ട്, അതാണ് മെയിൻ അവർക്ക് വേണ്ട കാര്യം. അപ്പോൾ ആ ഒരു ചക്രയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി എല്ലാവർക്കും റീഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റിയുടെ സമയമാണ്. ക്ലാരിറ്റി നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ എനർജി. നമുക്കൊരു ഏഞ്ചൽസ് മെസ്സേജ് കൂടി നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. സോ ഏഞ്ചൽസ് കാർഡ്സ് എടുത്തപ്പോൾ ഫസ്റ്റ് വന്ന കാർഡ് യെസ്, ദർ ഇസ് എ സക്സസ്, റീയൂണിയർ, എല്ലാത്തിനും പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. യെസ് കാർഡ് വന്നിട്ടുണ്ട്. സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ്. ഇപ്പോൾ സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആവും. അബണ്ടൻസ്, ധാരാളം ധനം വരുന്നുണ്ട്. ബി അസർട്ടീവ്. ഈ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ ഒരു എൻഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അബണ്ടൻസും ഇതൊക്കെ വരുന്നുണ്ട്. കാരണം സൂര്യൻ ഉദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡെത്ത് കാർഡിൽ എന്നിട്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വെളിച്ചം, അബണ്ടൻസ്, ലവ്, ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ സ്പിരിറ്റ് എനർജി. തേർഡ് പാർട്ടീനായിട്ട് ഒരു വലിയ സുഖമല്ല. കാരണം ഡെത്ത് മൺ ടവറാണ്. രണ്ടും വന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട്, ഫൈറ്റ്, ആർഗ്യുമെന്റ്സ്, തകരുകയാണ്. റിലേഷൻഷിപ്പോടെ തകരുക, സെപ്പറേഷൻ, ഡിവോഴ്സ്, ഇതൊക്കെയാണ് മെയിൻലി ടഫ് മൊമെന്റ്സ് പറയുന്നത്. തകർന്നരിപ്പോൾ ഏതാണ് സിറ്റുവേഷൻസ്, ലൈക്ക് ഏത് റിലേഷൻഷിപ്പിന് ഫൗണ്ടേഷൻ ആണ് ഉറക്കാത്തത് അത് അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എനർജീസ് വരുന്നത് കേട്ടോ. അതിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻസിന് കൂടുതൽ വെളിച്ചം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഒരു സ്റ്റാർ ആണെങ്കിൽ ഈ നേരത്തെ റീഡിങ്ങിന് 2 സ്റ്റാർ ആവും. സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അവേക്കനിങ് കുറച്ചുകൂടി ശക്തമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സ്ലോ ആയിട്ടുള്ള ഒരു അവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡു യുവർ ഇന്നർ വർക്ക്, ഡിവൈൻ ഫെമിനിൻസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യാം. കൂടുതൽ നിങ്ങളുടെ പാഷനിലേക്കും എല്ലാത്തിലേക്കും ഇൻവോൾവ് ആയി നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക.